പീതാംബരം ഗരവിരാജിതശങ്കചക്രകൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയ വിചാരത്തിൽ നമ്മൾ 7ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകമാണ് മുമ്പേ പറഞ്ഞു വെച്ചത്. ലോകസൃഷ്ടിക്കായിക്കൊണ്ട് ബ്രഹ്മാവ് ചിന്താകുലനായപ്പോൾ തപാ 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 എന്ന വാക്യം കേട്ടു. ആരാണ് ഇത് പറഞ്ഞത് എന്ന് ചിന്തിച്ചപ്പോൾ തപപ്രേരണ ചെയ്തതായപ്പോൾ ഭഗവാനാണോ എന്ന് മനസ്സിലായി. ആരാണ് ഈ ജലമണ്ഡലത്തിൽ ഇത് തന്നോട് പറഞ്ഞത് എന്ന് ചിന്തിച്ച് അതിൻ്റെ വാക്യാർത്ഥം ഗ്രഹിച്ച് തപസ് ചെയ്തു. കൃതം ത്രേതാദാപരം കലി എന്ന് 1000 പ്രാവശ്യം ആവർത്തിച്ചാലാണ് ബ്രഹ്മാവിനൊരു പകൽ. അങ്ങനെ 1000 പ്രാവശ്യം ആവർത്തിച്ച ഒരു രാത്രി പ്രകാരമുള്ള ദിവ്യം വർഷസഹസ്രങ്ങൾ തപസ് ചെയ്തിട്ടോ വൈകുണ്ഠമേകാത്ഭുതം, അത്ഭുതകരമായിരിക്കുന്ന വൈകുണ്ഠ ദർശനം കിട്ടി എന്നാണ് പറഞ്ഞത്. ഇനി ആ വൈകുണ്ഠത്തെ 3 ശ്ലോകം കൊണ്ട് വർണ്ണിക്കുകയാണ്. വൈകുണ്ഠത്തെ എത്ര ശ്ലോകം കൊണ്ട് വർണ്ണിച്ചാലും മതിയാവില്ല. ഇവിടെ 3 കൊണ്ട് നോക്കി, ഇത്രയേ ഉള്ളൂ. മായ എത്ര കഥാഭിനോ വികൃതേ ബാധേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോക സത്വസമുഖാം ഭാവാസ്തു ദൂരംഗതാം സാന്ദ്രാനന്ദചരീച യത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ആദ്യത്തെ ശ്ലോകം. അപ്പം അതിലെ വൈകുണ്ഠത്തിൻ്റെ പ്രത്യേകതയൊക്കെ പഠിക്കണം. ഹേ വിഭോ എന്ന് സംബോധന. മായ എത്ര കഥാഭിനോ വികൃതേ, മായ ഒട്ടും തന്നെ ഇല്ലാത്തതും ആദ്യത്തെ വിശേഷണമാണ്. എല്ലാ ലോകവും മായയിൽ മുങ്ങിയ ലോകങ്ങളാണ്. സത്യത്തെ മറയ്ക്കണത് അത്ര എല്ലാ ലോകവും. എന്നാൽ ആ മായ തീരെ ഇല്ലാത്ത മായ എത്ര കഥാഭി നോ വികൃതേ ഇല്ലാത്തത്. മായ ഒട്ടും തന്നെ മായാബോധം ഭേദബുദ്ധിയോ ഇല്ലാത്തത് എന്നർത്ഥം. മായ എന്ന് പറഞ്ഞാൽ അധികവും ഭേദബുദ്ധിയുടെ മായയുടെ കൂടെയുള്ള പുറപ്പാണ് ഈ മായ ഭേദബുദ്ധി. അതൊട്ടും തന്നെ ഇല്ലാത്തതും. ബാധേ ജഗദ്ഭ്യോ ബഹി, ഈ ലോകത്തിൽ നിന്ന് പുറത്ത് സ്ഥിതി ചെയ്യുന്നത്. ജഗദ്ഭ്യോ ബഹി എന്നാണ്. സർവവ്യാപിയായിട്ടുള്ള സർവേശ്വര, ഈ 7 ഊർധ്വലോകങ്ങളോ 7 അധോലോകങ്ങളോ ഇതിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണില്ല. ഈ പരിധിക്കകത്ത് വരുന്നതല്ല. അതുകൊണ്ടാണ് പുറത്ത് എന്ന് പറഞ്ഞത്. ജഗദ്ഭ്യോ ബഹി, ജഗത്ത് ലോകം, അതിൻ്റെ ബഹി പുറത്ത്, ഈ ലോകത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്നതും എന്നാണ്. ജഗദ്ഭ്യോ ബഹി മായ എത്ര കഥാഭിനോ വികൃതേ, ലോകങ്ങളുടെയൊക്കെ പുറത്ത്. ജഗദ്ഭ്യോ ബഹി സ്ഥിത, പുറത്ത് സ്ഥിതി ചെയ്യുന്നതും. പിന്നെന്താണ്? മായ ഒട്ടും തന്നെ ബാധിക്കാത്തതും രണ്ടാമത്തെ വിശേഷണമായി. ഇനി 3ാമത്തേതോ ശോകക്രോധ വിമോക സാത്വസമുഖ ഭാവാർത്തു ദൂരംഗത. മായ എന്ന് പറഞ്ഞു. എന്താ മായ എന്ന് പറഞ്ഞാൽ അതിന് ഒന്നങ്ങനെ വർണ്ണിക്കുകയാണ്. അങ്ങനത്തെ മായയെ ജയിച്ചത് എന്നർത്ഥം. അതെന്താ മായ? ശോകക്രോധ വിമോക സാത്വസമുഖ ഭാവാർത്തു ദൂരംഗത. സാധാരണ നമ്മളെ ബാധിക്കണ കാര്യങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്നതാണ്. എന്തൊക്കെ സാധാരണ? ശോക, നഷ്ടപ്പെട്ടത് കഴിഞ്ഞതിനെക്കുറിച്ച് ദുഃഖിക്കലാണ് ശോകം. ക്രോധ, ഇഷ്ടപ്പെട്ടതിന് തടസ്സം വരുമ്പോഴാണ് ദേഷ്യം. വിമോഹ, എന്തെങ്കിലും കണ്ട് മോഹിക്കുക, അത് വേണമെന്ന് തോന്നുക. ജ്ഞാനം മറയ്ക്കപ്പെടും എന്തെങ്കിലും കണ്ട് മോഹിച്ചാൽ, അതാണ് വിമോഹ. സ്വാത്വസമുഖാഹ, ദുഃഖം, കോപം, മൗഢ്യം, ഭയം മുതലായ മനോഭാവങ്ങളെ എല്ലാം ഒട്ടും തന്നെ ഇല്ലാത്ത, ഇതൊക്കെയാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്. ശോകം ഉണ്ടാവുക, വിമോഹം, സ്വാത്വസമുഖാഹ, ഭാവാസ്തു ദൂരംഗത, ഇത്തരത്തിലുള്ള ഭാവങ്ങളിൽ നിന്നൊക്കെ ദൂരെ നിൽക്കുന്നതും
ഇനിയോ സാന്ദ്രാനന്ദചരി, പരമാനന്ദമായിരിക്കുന്ന ആനന്ദം സദാ ഉള്ളതുകൊണ്ട് പരമജ്യോതി പ്രകാശാത്മകേ, പരമമായിരിക്കുന്ന ചൈതന്യത്തിൻ്റെ പ്രകാശം ഉള്ളതും. ധാരാളം വിളക്കൊക്കെ കൊളുത്തി വെച്ച ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ തന്നെ എന്തൊരു തേജസ്സാണ്. അത് പറയുമ്പോൾ വിഗ്രഹമാണ് അല്ലേ, എന്നാൽ തന്നെ അവിടേക്ക് നോക്കുമ്പോൾ എന്തുമാത്രം തേജസ്സായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വൈകുണ്ഠത്തിൽ വാരണ അരുളുന്ന ഭഗവാന്റെ തേജസ് എത്രയും ഉണ്ടാവണം. ഭഗവാന്റെ ആ പൂജ മുതലായിട്ടുള്ള കാര്യങ്ങൾ നിഷ്ഠയോടുകൂടി ചെയ്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇത്ര ചൈതന്യം. ശരിക്കും അതാണ് ദീപാരാധന സമയത്ത് നേരിട്ട് നിൽക്കരുത് എന്നാണ് പറയുക. ഒന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിന്ന് നോക്കി തൊഴുകണം. നേരെ നിന്നാൽ ഹാനികരമായിട്ടുള്ള പല പ്രകാശ തരംഗങ്ങളും നമ്മളിലേക്ക് എത്തുന്നു എന്നാണ്. അൾട്രാ വയലറ്റ് പോലത്തെ, ആ വയലറ്റല്ല അതുപോലത്തെ. അപ്പം അതിൽ നിന്ന് രക്ഷ നേടാനാണ് വശം ചേർന്ന് നിൽക്കുക, നടമറഞ്ഞ് നിൽക്കരുത് പറയണം. അപ്പം അത്രയും തേജസ് ഒരു വിഗ്രഹത്തിൽ നിന്ന് എമിറ്റ് ചെയ്യുന്നുവെങ്കിൽ യഥാർത്ഥ ഈശ്വരനിൽ നിന്ന് എത്രമാത്രം ചൈതന്യം പ്രവഹിക്കണം നമുക്ക് കണക്കാക്കാനൊന്നും പറ്റില്ല, ഒരളവ് പറയാനും പറ്റില്ല. അത്രയധികം സാന്ദ്രാനന്ദ പ്രകാശ ആത്മകേ എത്ര അതാണ് സാന്ദ്രാനന്ദചരീച എത്ര വിഭാവിതം തത് വൈകുണ്ഠരൂപം. അങ്ങനെയുള്ളതായിരിക്കുന്ന വൈകുണ്ഠരൂപം. എങ്ങനത്തെ വൈകുണ്ഠരൂപം? അങ്ങയുടെ വാസസ്ഥാനം, ഇരിപ്പിടം, ധാമം, അങ്ങയുടെ ഇരിപ്പിടധാമം, ഇരിപ്പിടമായിരിക്കുന്ന വൈകുണ്ഠരൂപം വിജയത്തെ, വിജയിക്കുന്നു എന്നർത്ഥം. വൈകുണ്ഠത്തെ വർണ്ണിച്ചിരിക്കുകയാണ്. ജഗത് ബഹിബാധേ എത്ര, ജഗത് ബഹിബാധേ, ബാധേ എത്ര ജഗത് ബഹി, ലോകത്തിൻ്റെ പുറത്താണ്, ഈ 14 ലോകങ്ങളുടെ ഉള്ളിലല്ല. പിന്നെയോ മായ എത്ര കഥാപി നോ വികരുതേ, മായ ഒട്ടും തന്നെ ഇല്ലാത്തതും. ജഗത് ബാധേ ജഗത്യോ ബഹി, ജഗത്യോ ബഹി ബാധേ, ലോകത്തിൻ്റെ പുറത്ത് ബാധേ, ബാധയല്ല കേട്ടോ, ബാധേ വ്യത്യാസമുണ്ട്. ബാലൻ എന്നുള്ളതിൻ്റെ ബാധേ, ബാധ ഉപദ്രവം, ബാധോപദ്രവം അല്ല, ഇവിടെ ബാധയാണ്. രണ്ടാമത്തിലെ നാലാമത്തെ ബ അല്ലേ, ബ പ ഭ ബ ഭ, നാലാമത്തെ ഭാന ബാധേ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത്, ഈ ലോകത്തിൻ്റെ പുറത്ത് പ്രകാശിക്കുന്നതും, മായ ഒട്ടും തന്നെ ഇല്ലാത്തതും. 2. മൂന്നാമതോ ശോകക്രോധ വിമോഹ സാത്വ സമൂഹ, ഈ ഭാവങ്ങളില്ലാത്തത്. മൂന്നാം ശോകം, ദുഃഖം, ക്രോധം, ദേഷ്യം, മോഹനം, മോഹം, സാത്വസമുഖ, ഭാവാസ്തു ദൂരംഗത, എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തെ കെടുത്തുന്നത് അതൊന്നും അവിടെ ഇല്ല. സമാധാനത്തെ കൂട്ടുന്നതേ ഉള്ളൂ എന്നർത്ഥം. നമ്മളോ ഇവിടെ കയറിയാൽ തുടങ്ങുക ഈ സമാധാനക്കേട് ഇല്ലേ. 7 ദിവസം വായനയിലിരിക്കുമ്പോൾ വല്ല കുഴപ്പമുണ്ടോ? കയറി വന്ന ഓരോരോ വിഷമങ്ങൾ, പ്രാരബ്ധങ്ങൾ നമ്മളെ ബാധിക്കും ഇല്ലേ. അതങ്ങനെയാണ്, അതിങ്ങനെയാണ്, അയ്യോ ഇല്ലാത്തപ്പോൾ അങ്ങനെ പറ്റി, ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഇല്ലാത്തതാണ്. അപ്പോൾ സാധാരണ നമ്മളിരിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ഇതൊക്കെ ഉണ്ടാവും. ശോകം, ക്രോധം, മോഹനം. ഇല്ലേ, അത് കിട്ടിയാൽ നന്നായിരുന്നു, ഒന്ന് എത്ര വരുന്നൊന്ന് ചോദിച്ചു നോക്കൂ വില. അത് മോഹമാണ്. അപ്പോൾ ഓരോന്നും നമുക്ക് വേണം, തുടങ്ങിയ ദുഃഖമാണ് കിട്ടുന്നവരെ അല്ലേ. അപ്പോൾ വിമോഹം, ക്രോധം, ശോകം, ഇപ്രകാരത്തിലുള്ള പ്രപഞ്ച ദുഃഖങ്ങളിൽ നിന്ന് വളരെ ദൂരെ നിൽക്കുന്നതും. മായ എത്ര കഥാപിനോ വികരുതേ, മായ ഒട്ടും തന്നെ ഇല്ലാത്തതും. ബാധേ ജഗത്ഭ്യോ ബഹി, ജഗത്ഭ്യോ ബഹി ബാധേ, ജഗത്തിൽ നിന്ന് പുറത്ത് ബാധേ പ്രകാശിക്കുന്നതും. ശോകക്രോധ വിമോഹ സാധ്വസമുഖ, ശോകം, ക്രോധം, വിമോഹം മുതലായിട്ടുള്ളത് ഇല്ലാത്തതും. സ്വാർത്ഥസമുഖോ ഭയം, മൗഢ്യം, ഇങ്ങനെയുള്ള മനോഭാവങ്ങളിൽ ദൂരെ വർത്തിക്കുന്നു, ഇല്ലാതെ വർത്തിക്കുന്നു. ഇനി അടുത്തത് എന്താണ്? സാന്ദ്രാനന്ദചരീചയത്ര പരമജ്യോതി പ്രകാശാത്മകേ, പരമമായിരിക്കുന്ന പ്രകാശം, സാന്ദ്രാനന്ദമായിരിക്കുന്ന ആ പ്രകാശം ഉള്ളതുകൊണ്ട് പ്രകാശത്തോടു കൂടിയിരിക്കുന്നതും. സാന്ദ്രാനന്ദാപബോധാത്മം കൊണ്ട് നാരായണീയം തുടങ്ങണത് തന്നെ.
ഇടതിങ്ങിയ ആനന്ദം, അളവില്ലാത്ത ആനന്ദം, അറ്റമില്ലാത്ത ശക്തിപ്രവാഹം ആനന്ദത്തിൻ്റെ. അനവധി കെട്ടി നിർത്തിയ ഒരു വെള്ളം കൂടെ തുറന്നു വിട്ടാൽ എത്രത്തോളമാണ് ഉണ്ടാവുക ശക്തി. അതുപോലെയുള്ള ആനന്ദപ്രവാഹം, കട്ട പിടിച്ച അളക്കാൻ പറ്റാത്ത ശക്തിയായ ആനന്ദത്തിൻ്റെ പ്രവാഹം. സാന്ദ്രാനന്ദചരീച്ച എത്ര പരമജ്യോതി പ്രകാശാത്മക ബ്രഹ്മമാകുന്നത് കൊണ്ട് പരമജ്യോതി പ്രകാശിക്കുന്നത് ആയ തേ ധാമ അങ്ങയുടെ ഇരിപ്പിടം. തത്ത് അങ്ങനെയുള്ള തേ, തത്തേ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അങ്ങയുടെ. തത്ത് പ്ലസ് തേ ആണ് തത്തേ. തത്തേ എന്ന് വിളിക്കില്ല, തത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള. തേ അങ്ങയുടെ, അങ്ങനെയുള്ള അങ്ങയുടെ. ഒന്ന് അങ്ങനെയുള്ള എന്ന് വിശേഷണമാണ് തത്ത്. തേ അങ്ങയുടെ, അങ്ങനെയുള്ള അങ്ങയുടെ. ധാമ ഇരിപ്പിടം. വൈകുണ്ഠം. വിജയതേ വൈകുണ്ഠരൂപം. വിജയതേ വൈകുണ്ഠത്തിലത്തെ ആ രൂപം വിളങ്ങുന്നു. ഇപ്പം മായ എത്ര കഥാപിനോ വികുരുതേ, മായ ഒട്ടും തന്നെ ന വികുരുതേ, മായയുടെ കളി അവിടെ നടക്കില്ല. ന വികുരുതേ ഒന്ന്. പിന്നെയോ ജാതേ ജഗദ്യോ ബഹി, ലോകത്തിൻ്റെ പുറത്ത് നിൽക്കുന്നത്. ഈ ലോകത്തിൻ്റെ പരിധിക്കകത്ത് എവിടെയെങ്കിലും വൈകുണ്ഠം കാണാൻ പറ്റുമോ? ഇതിൻ്റെ പുറത്ത് നിൽക്കുന്നത് രണ്ട്. ശോകക്രോധ വിമോഹ സമുഖ, ശോകം ക്രോധം വിമോഹം മൗഢ്യം എന്തൊക്കെയായിട്ടാണോ നെഗറ്റീവുകൾ നമുക്ക് പറയണത് അതൊന്നുമില്ലാത്തതും മൂന്നാമത്. ഭാവാർത്തു ദൂരംഗത, അതിൻ്റെയൊക്കെ വളരെ ദൂരെയാണ്. ഇതൊക്കെ ദൂരെയാണ് നിൽക്കുന്നത്, വൈകുണ്ഠത്തിൽ നിന്ന് എത്രയോ ദൂരെയാണ്, അടുക്കില്ല എന്നർത്ഥം. സാന്ദ്രാനന്ദചരീച്ച എത്ര പരമജ്യോതി പ്രകാശാത്മക, പരമമായിരിക്കുന്ന ജ്യോതിസിൻ്റെ പ്രകാശം കൊണ്ട് അളവില്ലാത്ത ആനന്ദപ്രവാഹമുള്ളതും. ഇത് 4 വിശേഷണമാണ്. അങ്ങനെയുള്ള 4 വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മായ എത്ര കഥാപിനോ വികൃതി, ഒരിക്കലും മായ ശോഭിക്കാത്തത്, മായ അവിടെ ഇല്ലാത്തത്. ജാതോ ജഗദ്യോ ബഹി, ലോകത്തിൻ്റെ പുറത്ത് വർത്തിക്കുന്നതും. ശോകക്രോധ വിമോഹ സമുഖ, ശോകം ക്രോധം വിമോഹം മൗഢ്യം എന്തൊക്കെ മനസ്സിൻ്റെ വിഷമാവസ്ഥ ഉണ്ടോ അതില്ലാത്തതും. പിന്നെയോ പരമജ്യോതി പ്രകാശിക്കുന്നത് കൊണ്ട് സാന്ദ്രാനന്ദചരീചയത്ര പരമജ്യോതി പ്രകാശാത്മക, പരമമായ ജ്യോതിസ് പ്രകാശിക്കുന്നത് കൊണ്ട് ആനന്ദപൂർണവും, ആനന്ദം സദാ കളിയാടുന്നു ആയ. തത്തേ ധാമ, തേ അങ്ങയുടെ, തത് അങ്ങനെയുള്ള, അങ്ങനെയുള്ള അങ്ങയുടെ വൈകുണ്ഠം എന്ന വിരിപ്പിടം, അങ്ങയുടെ സ്ഥാനം, പരമമായ സ്ഥാനം. വിജയതേ സർവോത്കർഷേണ വിജയിക്കുന്നു എന്നാണ് പൊതുവെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി പറഞ്ഞു യസ്മിൻ നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാതത്തിഷോ നാനാഭൂഷണരത്നദീപിതദിശോ രാജദ്വിമാനാലയ ഭക്തിപ്രാപ്ത തഥാവിദോന്നതപദ ദിവ്യന്തി ദിവ്യാജന തത്തേ ധാമനിരസ്ത സർവശമലം വൈകുണ്ഠരൂപം ജയേത്. വൈകുണ്ഠരൂപം വിഭോ എന്ന് നേരത്തെ പറഞ്ഞു, ഇവിടെ വൈകുണ്ഠരൂപം ജയേത് എന്ന് പറഞ്ഞു. വൈകുണ്ഠരൂപം ജയിക്കുന്നു. അപ്പോൾ അവസാനത്തെ വാക്ക് വൈകുണ്ഠം തന്നെയാണ്. വൈകുണ്ഠം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താ? വിഗത കുണ്ഠത എത്ര തത്ര വൈകുണ്ഠ. എവിടെ ദുഃഖമില്ലയോ, മനസ്സിൻ്റെ കുണ്ഠിതം ഇല്ലയോ, അവിടെയാണ് വൈകുണ്ഠം. ആ വൈകുണ്ഠത്തിൻ്റെ വേറെ വിശേഷണമാണ് യസ്മിന്നാമ ചതുർഭുജ ഹരിമണി ശ്യാമാവതാതത്തിഷോ. ഭഗവാന്റെ ആളുകൾ ഉണ്ട് അവിടെ, അവരൊക്കെ എങ്ങനത്തേതാണ്? ചതുർഭുജ, 4 കൈകൾ. വിഷ്ണുവിനെ പോലെ അവിടെ ഉള്ളവർക്കൊക്കെ 4 കൈ അത്രേ. ഹരിമണി ശ്യാമാവതാതത്തിഷോ, ഹരിമണി ഇന്ദ്രനീലം. ഹരി എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ, നീലം, മണി എന്ന് പറഞ്ഞാൽ രത്നം. ഇന്ദ്രനീലം പോലെ നീല നിറത്തോടു കൂടിയവരും. ശ്യാമാവതാതത്തിഷോ, ശ്യാമ എന്ന് പറഞ്ഞാൽ നീല നിറമുള്ളതെന്നും ആവാം, കറുത്ത നിറമുള്ളതെന്നും ആവാം. യൗവന്യമുള്ളത് എന്നുള്ള പേരിന് ശ്യാമ എന്ന് പറയും. 21 വയസ്സ് മുതൽ 30 വയസ്സേക്കുള്ള പ്രായത്തിനാണ് സംസ്കൃതത്തിൽ ശ്യാമ എന്ന് പറയുക. അപ്പം അങ്ങനെയുള്ളവരോട് വയസ്സൊന്നുമില്ലല്ലോ, ഈ പ്രായം തന്നെയോ ഇത്രേ എപ്പോഴും. നാനാഭൂഷണ രത്നദീപിത ദിശോ, സർവ്വദിക്കിലും രത്നങ്ങൾ അണിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പരത്തുന്ന പല വക ഭൂഷണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. തോൾവളകൾ, കിരീടം, മോതിരം, പല ഭൂഷണങ്ങളിൽ രത്നം പതിച്ചിട്ടുള്ള
ഭൂഷണങ്ങൾ അണിഞ്ഞവരും ദീപിത ദിശോ പ്രകാശം അവിടേക്ക് അങ്ങനെ ദിശയിൽ പ്രകാശിച്ച് കാണുന്നതും രാജവിമാനാലയ നല്ല നല്ല വിമാനങ്ങളാകുന്ന ആലയങ്ങളോട് കൂടിയതും. പിന്നെ ഇതൊക്കെ എങ്ങനെ കിട്ടിയത്? ഭക്തി പ്രാപ്ത തഥാവിധോന്നതപദ, ഭക്തി കൊണ്ട് കിട്ടും. സ്വാധീനം കൊണ്ടോ ധനം കൊണ്ടോ ഒന്നും കിട്ടില്ല. ഇതൊന്നുമില്ലെങ്കിലും ആർക്ക് കിട്ടും? ഭക്തിയുള്ളവർക്ക്. ഇതിന് അളവുപോലെ നമ്മുടെ സ്വാധീനം, സൗന്ദര്യം, ശക്തി ഒന്നുമല്ല. ഇതൊക്കെ ഉള്ളവർക്കൊന്നും ഈ അസൂയാവഹമായ പദവി, വൈകുണ്ഠപ്രാപ്തി ഉണ്ടാവില്ല. ഭക്തിയുള്ളവർക്കോ അനായാസേനല്ലേ അജാമിളൻ പോയി, അങ്ങനെയുള്ളവർക്കൊക്കെ ഭക്തി പ്രാപ്ത തഥാവിധ ഉന്നതപദ. ഇത് അത്ര താഴ്ന്നു നിൽക്കുന്ന സ്ഥലമല്ല, എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം മനസ്സുകൊണ്ട് അവിടേക്ക് എത്തണം. മനസ്സുകൊണ്ട് പ്രധാനമായിട്ട് താഴുക വേണ്ടേ. ഉയർന്ന പദത്തിലെത്താൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് എന്താ വേണ്ട അറിയോ? അതാ രസം, താഴുക വേണ്ടേ. ഉയർന്ന പദത്തിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു വിനയം, ഭക്തി ഇതൊക്കെ ഉണ്ടാവണം. അല്ലാണ്ട് ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവിടേക്ക് എത്തില്ല. ദിവ്യന്തി ദിവ്യാജന, ദിവ്യങ്ങളായിട്ടുള്ള ജനങ്ങൾ പ്രകാശിക്കുന്ന തത്തേതാമനിരസ്ത സർവശമലം, അങ്ങനെയുള്ളതായിരിക്കുന്ന ആ വൈകുണ്ഠം ഇന്ദിരുവടിയുടെ ലോകം വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്നങ്ങനെ പറയണം. ചതുർഭുജാഹരിമണി ശ്യാമാവതാതത്തിഷ, 4 കൈകൾ, ഇന്ദ്രനീലം വരച്ച പോലുള്ള നീലനിറം, ശ്യാമ പ്രായം കൊണ്ടും നിറം കൊണ്ടും ശ്യാമ നിറമുള്ളവരെ, നാനാഭൂഷണ രത്നദീപിത ദിശോ, രത്നം പതിച്ച ആഭരണങ്ങളെ കൊണ്ട് അവിടെ മുഴുവൻ പ്രകാശിക്കുന്നു. അങ്ങനെയുള്ളത് പ്രകാശിക്കുന്ന ദിവ്യജനങ്ങളെ കൊണ്ടും തത്തേധാമ, അങ്ങനെയുള്ള അങ്ങയുടെ ആ വൈകുണ്ഠം. നേരത്തെ പറഞ്ഞു തത്തേധാമവിധ വിജയതേന്ന് അല്ലേ, പടി പറഞ്ഞു തത്തേധാമ നിരത്ത സർവശമലം. ഇങ്ങനെയൊക്കെയുള്ള തത്തേധാമ, അങ്ങയുടെ ആ വൈകുണ്ഠ ഇരിപ്പിടം സ്ഥാനം വിജയിക്കുന്നു, സർവാഥാ വിജയിക്കുന്നു. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.